ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ലോകരക്ഷകനായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയും വിളംബനം ചെയ്തുകൊണ്ട് ആ ദിവ്യതാരം കിഴക്കുതിച്ച് രാജാധിരാജനെ ഒന്ന് വണങ്ങുവാൻ 3 രാജാക്കന്മാർ തിരക്കിട്ട് യാത്ര ചെയ്തിരിക്കുന്നു. ഇത് നാം ഇതുവരെ അറിഞ്ഞിട്ടുള്ള കഥ. എന്നാൽ ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് നാം കേൾക്കാതെ പോയ അഥവാ ശ്രദ്ധിക്കാതെ പോയ 4ാമത്തെ യാത്രികനെ കുറിച്ചാണ്. വിനയപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുന്നു സഫലമീ യാത്ര. അർത്ഥവാനവിടെ അതാ നക്ഷത്രം നീങ്ങി തുടങ്ങി. ഇനിയും കാത്തു നിന്നാൽ ഉണ്ണിയെ ദർശിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല. നമുക്ക് തുടരാം. ഒന്ന് വേഗം നടക്കൂ, നമുക്ക് അവരുടെ കൂടെ എത്തണ്ടേ. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാനുണ്ടായിരുന്നു. എനിക്ക് വയ്യ. ദൈവമേ, ഈ മനുഷ്യൻ മൃതപ്രായനാണല്ലോ. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഹേ തോഴ, ഇതിലൊന്ന് വിറ്റ് ഈ മനുഷ്യനെ അടുത്തുള്ള സത്രത്തിലെത്തിക്കൂ. ഇവന്റെ മുറിവുകളെ വെച്ച് കെട്ടി വേണ്ടത്ര പരിചരണം ഉറപ്പുവരുത്തൂ. പ്രഭു, അങ്ങക്ക് എന്ത് പറ്റി? ഉള്ളതെല്ലാം വിറ്റിട്ടല്ല ഈ 3 രത്നങ്ങൾ എവിടെയോ ജനിച്ച ഉണ്ണിക്ക് കാഴ്ചവെക്കുവാൻ സമ്പാദിച്ചത്. ഇപ്പോൾ നിങ്ങളിത് ഈ യാചകന് വേണ്ടി നഷ്ടപ്പെടുത്തിയാൽ രക്ഷകന്റെ പാദത്തിൽ നിങ്ങൾ എന്ത് സമർപ്പിക്കും? മരണത്തോട് മല്ലടിക്കുന്ന ഈ നിരാലംബനെ അവന്റെ ഈ അവസ്ഥയിൽ കൈയൊഴിയുവാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നീ ദയവായി ഞാൻ കൽപ്പിച്ച പ്രകാരം ചെയ്യൂ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. രോഗിയായ മനുഷ്യനെ അടുത്തുള്ള സത്രത്തിലാക്കിയതിനു ശേഷം അർത്ഥവാൻ തന്റെ യാത്ര തുടരുകയാണ്. ഹേ മനുഷ്യ, മാറി നിൽക്കൂ. ഈ കുഞ്ഞിനെ സംഹരിക്കേണ്ടതാകുന്നു. ഇത് ഹെരോദസ് മഹാരാജാവിന്റെ കൽപ്പനയാണ്. എന്റെ കുഞ്ഞിനെ കൊടുക്കരുതേ. ബേത്ലഹേമിൽ ഏതോ ഒരു കാലിത്തൊഴുത്തിൽ ഒരു ഉണ്ണി ജനിച്ചു എന്ന്
ഈ കുഞ്ഞിന്റെ ജീവന്റെ വിലയായെങ്കിലും ഈ രത്നം എടുത്തിട്ട് ഇവരെ മോചിപ്പിക്കൂ. നാഥ, ഞാൻ ഇതിന് എങ്ങനെ അങ്ങയോട് നന്ദി പറയണ്ടു? ഇവന്റെ ജീവൻ അങ്ങയുടെ ദാനമാണ്. യജമാനെ, അങ്ങ് രണ്ടാമത്തെ രക്തവും കളഞ്ഞു കുളിച്ചു. ഇനിയും ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമുക്ക് തിരിച്ചു പോകരുതോ? ഇല്ല ഇല്ല, ലക്ഷ്യത്തിലെത്താതെ എനിക്കൊരു മടക്കമില്ല. അങ്ങ് വിശ്വസിച്ചാലും ഞാൻ അവരെ കണ്ടെത്തി. സത്യം സത്യം. ആരെ കണ്ടെത്തിയെന്നാണ് നീ പറയുന്നത്? അങ്ങ് അന്വേഷിക്കുന്ന രക്ഷകനെ. ഇത് ആ ഉണ്ണി, ഇത് അതിന്റെ പിതാവ്, പേര് ജോസഫ്, ഇത് മാതാവ് മേരി. കണ്ടതിൽ സന്തോഷം. പ്രായം ശരിയാണെന്ന് തോന്നുന്നു. കുഞ്ഞിന്റെ പേര്? കുഞ്ഞിന്റെ പേര് ബെഞ്ചമിൻ. ഇത് ബെത്ലഹേമിലാണ് ജനിച്ചത്. അത് ഒരു കാലി തൊഴുത്തലായിരുന്നു. 3 ശ്രേഷ്ഠന്മാരും കാണാൻ വന്നിരുന്നു. അവരെന്തു കൊണ്ടുവന്നു? പൊന്ന്, പിന്നെ കുന്തിരിക്കം, പിന്നെ തേനി കൊച്ചിന് വലിയ ഇഷ്ടമാണ്. പിന്നെ മൂര്. കുഞ്ഞിന്റെ പേര് പോലും ശരിക്കും പറയാൻ കഴിയുന്നില്ല. എന്നെ കബളിപ്പിക്കുവാൻ നോക്കുന്നു. പ്രഭു, ഇത് തന്നെയല്ല രക്ഷകൻ. നമുക്കിനി വീട്ടിലേക്ക് തിരിക്കരുതോ? നിനക്ക് നാണമാകുന്നില്ലേ? നിനക്ക് നിന്റെ ഗൗരവം ഇനിയും മനസ്സിലായിട്ടില്ല. എനിക്ക് അവനെ കണ്ടെത്തണം. എന്നാലേ എന്റെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. അർത്ഥവാൻ തന്റെ രക്ഷകനെ തേടിയുള്ള തന്റെ കഠിന യാത്ര തുടങ്ങിയിട്ട് ഇതാ 33 വർഷങ്ങളായി. തന്റെ പ്രായവും രോഗവും ഒരു പ്രതിബന്ധമാകാതെ തന്റെ നാഥനെ തേടിയുള്ള അന്വേഷണം തുടരുന്നു. യഹൂദിയായി യേശുവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അർത്ഥവാൻ കേൾക്കുവാനിടയാണ്. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, പാപികളുടെ പാപങ്ങൾ മോചിക്കുന്നു, അടിമകളെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നു, നിരാലംബർക്ക് അവൻ അധാനിയാകുന്നു. ഒന്നും നിൽക്കൂ. ഈ ജനമെല്ലാം എങ്ങോട്ടേക്കാണ് ഇത്ര ധൃതിയിൽ? അറിഞ്ഞില്ലേ? നസ്രത്തുകാരനായ യേശുവിനെ 2 കള്ളന്മാരോടൊന്നിച്ച് കുരിശിക്കുവാൻ പോകുന്നു. അവൻ ദൈവപുത്രൻ എന്ന് സ്വയം അവരോധിച്ചതിനാണത്. ഞങ്ങൾ അങ്ങോട്ടേക്കാണ്. നിങ്ങൾ വരുന്നുവോ? ദൈവമേ, എനിക്ക് നിന്നെ ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആണിപ്പഴുതുകളുള്ള ആ തൃപ്പാദത്തിങ്കിൽ ഒന്ന് ചുംബിക്കാനെങ്കിലും എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ അവസാന രത്നം അവിടേക്ക് എനിക്ക് സമർപ്പിക്കാമായിരുന്നു. ഇവനാ നസ്രത്തുകാരനായ യേശുവിന്റെ കൂട്ടാളിയാണ്. നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം. യേശു എന്ന രക്ഷകൻ എവിടെയെന്ന് നിനക്കറിയുമോ? ഞാനവരെ അറിയുന്നില്ല. വിടൂ, എന്നെ വിടൂ. പ്രഭു, എന്നെ രക്ഷിക്കൂ. പേർഷ്യ നിവാസിയായ എന്റെ പിതാവ് രോഗത്താൽ മരിച്ചു. ഇവൻ എന്നെ അടിമയാക്കി വിൽക്കുവാൻ പോകുന്നു. ദയവായി എന്നെ മോചിപ്പിക്കൂ. ഇതാ, ഇത് കൊടുത്ത് നിന്റെ സ്വാതന്ത്ര്യം വാങ്ങൂ. കഴിഞ്ഞ 33 വർഷങ്ങളായി എന്റെ രാജന് വേണ്ടി സൂക്ഷിച്ചതാണിത്. ഒരു പക്ഷേ
ഇതവന് സമ്മാനിക്കുവാൻ എനിക്ക് വിധിയില്ലായിരിക്കും. സമസ്ത സൃഷ്ടിയും അതിന്റെ സൃഷ്ടാവിന്റെ വിയോഗത്തിൽ വിലപിക്കുന്നു. എന്റെ 33 വർഷത്തെ യാത്ര അത് നിഷ്ഫലമായോ ദൈവമേ? നിന്റെ പൊന്മുഖം ഒരിക്കൽ പോലും ഒന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ നാഥ. ഇവിടേക്ക് നോക്കൂ. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ നിന്റെ എളിയ സോദരന് വേണ്ടി ചെയ്ത നന്മകളിലൂടെ എന്നെ ദർശിച്ചു കഴിഞ്ഞു. അർത്ഥവാൻ അതിലൂടെ നീ എന്നെ സ്നേഹിച്ചു, എന്നെ സേവിച്ചു. എനിക്ക് സംതൃപ്തിയായി മകനെ. അങ്ങ് ആരാണ്? ഞാൻ അങ്ങയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ. സങ്കടപ്പെടേണ്ട മകനെ, ഞാനാകുന്നു നീ തേടി നടന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ. ഞാൻ രോഗിയായി വന്നു, നീ എന്നെ ശുശ്രൂഷിച്ചു. വാൾമുനയിൽ നിന്ന് നീ രക്ഷിച്ച പൈതൽ മറ്റാരുമായിരുന്നില്ല മകനെ. അടിമത്തത്തിന്റെ ചെങ്ങല പൊട്ടിച്ച് ആ പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം നൽകിയപ്പോഴും നീ എന്നെ തന്നെ സേവിക്കുകയായി, ദർശിക്കുകയായി. ഞാൻ കൃതാർത്ഥനായി നാഥ. ഇനി എനിക്ക് ഏതെന്റെ പരദീസയിൽ നിന്നോടൊത്ത് സമാധാനമായി വിശ്രമിക്കാം. ഇനി വിശ്രമിക്കാം. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. ഈശ്വരനെ തേടി ഞാൻ ഈശ്വരനെ തേടിയുള്ള അർത്ഥവാന്റെ യാത്ര ഇവിടെ സഫലമാവുകയാണ്. ഈ ക്രിസ്തുമസ് ആഘോഷവേളയിൽ സഹജീവികളോടുള്ള കാരുണ്യത്തിലൂടെ നിങ്ങൾ എന്നെ ദർശിക്കുമെന്ന് അരുൾ ചെയ്ത യേശുദേവന്റെ ആപ്തവാക്യം നമുക്കൊരു സന്ദേശമാവട്ടെ.